പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് റോമൻ റെയിൻസിൻ്റെ ട്രൈബൽ ചീഫ് ക്യാരക്ടർ അവസാനിക്കാൻ പോകുന്നു എന്നതിൻ്റെ സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷത്തെ 2024 ഹോൾ ഓഫ് ഫെയിം സെറിമണിയിൽ പോൾ ഹേമനെ ഹോൾ ഓഫ് ഫെയിം ഇൻഡക്റ്റി ആയിട്ട് കൊണ്ടുവരുന്നത് റോമൻ റെയിൻസ് ആണ്. അപ്പോൾ റോമൻ റെയിൻസിൻ്റെ തുടക്കത്തിലെ പ്രൊമോയിൽ റോമൻ റെയിൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പോൾ ഹേമൻ ഇല്ലെങ്കിൽ ട്രൈബൽ ചീഫ് ക്യാരക്ടർ ഇല്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെയാണ് നിലവിലെ സ്റ്റോറി ഈ വർഷത്തെ റെസൽമേനിയയിലേക്ക് ബിൽഡ് ചെയ്ത് ഇപ്പോൾ കൊണ്ടുവന്നിട്ടുള്ളത്. അപ്പോൾ അന്ന് റോമൻ റെയിൻസ് പറഞ്ഞതിന് തുല്യമായിട്ടുള്ള സ്റ്റോറി നിലവിൽ നടക്കുമ്പോൾ റോമൻ റെയിൻസിൻ്റെ ട്രൈബൽ ചീഫ് ക്യാരക്ടർ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നമുക്ക് ലഭിക്കുന്നത്. ഏറ്റവും അവസാനമായി കഴിഞ്ഞ ശനിയാഴ്ചത്തെ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിൽ റെസൽമേനിയ 41 റോമൻ റെയിൻസിൻ്റെ കൂടെ വരുന്നതിന് പകരം CM പങ്കിൻ്റെ കൂടെ ആയിരിക്കും പോൾ ഹേമൻ റെസൽമേനിയ 41 മെയിൻ ഇവൻറ്റ് മത്സരത്തിൽ വരാൻ പോകുന്നത് എന്നുള്ളത് കൺഫേം ആയതുകൊണ്ട് തന്നെ റോമൻ റെയിൻസിൻ്റെ കൂടെ പോൾ ഹേമൻ ഇനി അങ്ങോട്ട് ഉണ്ടായിരിക്കില്ല എന്നുള്ളൊരു സംശയം എല്ലാവരുടെയും മനസ്സിൽ ഉടലെടുത്തിട്ടുണ്ടായിരുന്നു. ഹോൾ ഓഫ് ഫെയിമിൽ റോമൻ റെയിൻസ് പറഞ്ഞ വാചകങ്ങൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡാകാൻ തുടങ്ങിയതും റോമൻ റെയിൻസിൻ്റെ കൂടെ പോൾ ഹേമൻ മാറി നിൽക്കാൻ ആരംഭിക്കുന്നതിൻ്റെ സൂചനകൾ നൽകുന്നതും ട്രൈബൽ ചീഫ് ക്യാരക്ടർ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് നൽകുന്നത്. എന്നാൽ ട്രൈബൽ ചീഫ് ക്യാരക്ടർ അവസാനിക്കുന്നതിന് മുൻപ് റോമൻ റെയിൻസിന് ഒരൊറ്റ മത്സരം കൂടിയാണ് ഇനി ബാക്കിയുള്ളത്. അത് സാക്ഷാൽ ഡ്വെയ്ൻ ജോൺസൺ അഥവാ ദ റോക്ക് എന്ന സൂപ്പർ താരത്തിന് എതിരെയാണ്. ആ ഒരു മത്സരം കൂടി കഴിഞ്ഞിട്ട് റോമൻ റെയിൻസ് ട്രൈബൽ ചീഫ് ക്യാരക്ടർ അവസാനിപ്പിച്ചാൽ ആ ക്യാരക്ടറിന് ലഭിക്കുന്ന ഏറ്റവും മികച്ച എൻഡിങ് കൊടുക്കാൻ സാധിക്കും. പോൾ ഹേമൻ റോമൻ റെയിൻസിനെ വിട്ടു പോകുമ്പോൾ റോമൻ റെയിൻസിൻ്റെ ട്രൈബൽ ചീഫ് ക്യാരക്ടർ അവസാനിക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? റോമൻ റെയിൻസിൻ്റെ ട്രൈബൽ ചീഫ് അല്ലെങ്കിൽ ഹെഡ് ഓഫ് ദ ടേബിൾ ബ്ലഡ് ലൈൻ സ്റ്റോറി ലൈനിൻ്റെ ആരംഭം റോമൻ റെയിൻസിൻ്റെ കൂടെ പോൾ ഹേമന് കൂടി ചേരുന്നതോടുകൂടിയാണ്. അപ്പോൾ പോൾ ഹേമൻ പോകുമ്പോൾ ഈ ക്യാരക്ടർ അവസാനിക്കുന്നു എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ലോജിക്കുള്ള ഒരു പോയിൻ്റാണ്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി പങ്കുവെക്കാനുള്ളത് ഇന്ന് നടന്ന AEW എന്ന കമ്പനിയുടെ ഡൈനാസ്റ്റി 2025 എന്ന പേപ്പർ വ്യൂവിൽ നിന്ന് നമുക്ക് ലഭിച്ച കുറച്ച് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകളാണ്. അതിൽ ഒന്നാമത്തേത് പുതിയ ചാമ്പ്യന്മാരെ സംബന്ധിച്ചാണ്. TNT ചാമ്പ്യനായ ഡാനിയൽ ഗാർസിയ എന്ന് പറയുന്ന റെസ്ലറിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ആദം കോൾ പുതിയ TNT ചാമ്പ്യൻ ആകുന്നത് കാണാൻ സാധിച്ചു. 2020 ശേഷം ആദം കോൾ വിജയിക്കുന്ന ആദ്യത്തെ ചാമ്പ്യൻഷിപ്പാണ് ഈ ഒരു TNT ടൈറ്റിൽ. കൂടാതെ AEW കരിയറിൽ ആദം കോൾ വിജയിക്കുന്ന ആദ്യ ചാമ്പ്യൻഷിപ്പാണ് എന്നുള്ളൊരു പ്രത്യേകതയുമുണ്ട്. കൂടാതെ റിംഗ് ഓഫ് ഓണറിൻ്റെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് മത്സരമായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് ക്രിസ് ജെറിക്കോ എന്ന ചാമ്പ്യനും ബാൻഡിഡോ എന്ന് പറയുന്ന റെസ്ലറും തമ്മിലുള്ള മത്സരമായിരുന്നു. മത്സരത്തിൻ്റെ ഒരു അവസാന ഭാഗങ്ങളിൽ ആദ്യം ക്രിസ് ജെറിക്കോ വിജയിക്കുന്ന പോലെ കാണിച്ചു. പിന്നീട് ആ മത്സരം റീസ്റ്റാർട്ട് ചെയ്തു. പിന്നീട് ബാൻഡിഡോ പിൻഫോളിലൂടെ ക്രിസ് ജെറിക്കോയെ പരാജയപ്പെടുത്തിക്കൊണ്ട് പുതിയ റിംഗ് ഓഫ് ഓണർ വേൾഡ് ചാമ്പ്യൻ ആകുന്നതാണ് നമുക്ക് കാണാൻ സാധിച്ചത്. 2 ടൈറ്റിൽ ചേഞ്ചുകളാണ് ഡൈനാസ്റ്റി പേപ്പർ വ്യൂവിൽ നടന്നിട്ടുണ്ടായിരുന്നത്. എടുത്തു പറയാനുള്ള മറ്റ് സ്റ്റോറി ലൈൻ അപ്ഡേറ്റുകൾ എഡ്ജ് എന്ന WWE ഹോൾ ഓഫ് ഫെയിമർ AEWയിൽ കോപ്പ് എന്ന് അറിയപ്പെടുന്ന താരത്തിന് സംഭവിച്ച വലിയ ഇഞ്ചുറിയെ സംബന്ധിച്ചാണ്. ഇഞ്ചുറി സംഭവിക്കുന്നത് AEWയിലെ ഇവരുടെ ട്രിയോസ് ചാമ്പ്യൻഷിപ്പ് മത്സരം കഴിഞ്ഞതിന് ശേഷം FTR എന്ന ടീം ബ്രൂട്ടലായി എഡ്ജിനെ ആക്രമിക്കുന്നതിലൂടെയാണ്. FTRും എഡ്ജും ടീമായിക്കൊണ്ട് റൈറ്റഡ് FTR എന്ന് പറയുന്ന ടീമായിട്ട് നിലവിലെ ട്രിയോസ് ചാമ്പ്യന്മാരായ ഡെത്ത് റൈഡേഴ്സിനെതിരെയാണ് മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. മത്സരത്തിൽ ഡെത്ത് റൈഡേഴ്സ് എന്ന് പറയുന്ന ചാമ്പ്യന്മാർ ടൈറ്റിൽ റിട്ടേൺ ചെയ്തു. അതിനുശേഷം കാണികളെ നോക്കി ഇമോഷണലായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് FTRലെ ടീം അംഗങ്ങൾ റൈറ്റർ സൂപ്പർ സ്റ്റാറായ കോപ്പിനെ അഥവാ എഡ്ജിനെ ആക്രമിക്കുന്നത്. ആദ്യം ഡാക്സ് ഹാർവുഡ് എന്ന് പറയുന്ന റെസ്ലർ ആക്രമിക്കുന്നത്, തുടർന്ന് പിന്നീട് ക്യാഷ് വീലറും ആക്രമിക്കുന്നുണ്ട്. അവസാനം സ്റ്റീൽ ചെയർ ഉപയോഗിച്ചുകൊണ്ട് തലക്കൊക്കെ ആക്രമിച്ച് താരത്തെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന മൊമെൻ്റൊക്കെ കാണിക്കുന്ന രീതിയിലുള്ളൊരു ആക്രമണം നടത്തി, വലിയൊരു ബ്രൂട്ടലായിട്ടുള്ള ഒരു ആക്രമണം നടത്തി അവരുടെ ആ ഒരു സെഗ്മെൻറ്റ് അവസാനിക്കുന്നതാണ് കാണാൻ സാധിച്ചത്. എഡ്ജ് ഇനി അങ്ങോട്ടുള്ള AEW ഷോകളിൽ നിന്ന് മാറി നിൽക്കാൻ സാധ്യതകളേറെയാണ്. മൂന്നാമത്തെ സ്റ്റോറി ലൈൻ അപ്ഡേറ്റ് നിലവിലെ AEWൻ്റെ ഇൻ്റർനാഷണൽ ചാമ്പ്യനായ കെന്നി ഒമേഗയും AEWൻ്റെ കോണ്ടിനെൻ്റൽ ചാമ്പ്യനായ കസ്റ്റിക ഒക്കാഡയും ഒരിക്കൽ കൂടി ഫേസ് ടു ഫേസ് വരുന്ന ഒരു സെഗ്മെൻറ്റും ഡൈനാസ്റ്റി പേപ്പർ വ്യൂവിൽ കാണാൻ സാധിച്ചു.
ഏറ്റവും അവസാനമായി പങ്കുവെക്കാനുള്ളത് ഡൈനാസ്റ്റി പേപ്പറിയിലെ ഏറ്റവും വിവാദപരമായിട്ടുള്ള ക്ലൈമാക്സിനെ സംബന്ധിച്ചാണ്. മെയിൻ ഇവൻറ്റിൽ നിലവിലെ AEW വേൾഡ് ഹെവി വെയ്റ്റ് ചാമ്പ്യനായ ജോൺ മോക്സ്ലി സെർവ് സ്ട്രിക്ലാൻഡ് എന്ന നമ്പർ 1 കണ്ടൻഡറിന് എതിരെയാണ് ടൈറ്റിൽ ഡിഫെൻഡ് ചെയ്തത്. പതിയെ പോലെ കുറേയധികം റെസ്ലേഴ്സിൻ്റെ ഇൻ്റർഫിയറൻസ് തന്നെയാണ് മത്സരത്തിൻ്റെ അവസാനങ്ങളിൽ കാണാൻ സാധിച്ചത്. ജോൺ മോക്സ്ലിയുടെ ഡെത്ത് റൈഡേഴ്സ് ടീം അംഗങ്ങൾ വരുന്നുണ്ട്. സെർവ് സ്ട്രിക്ലാൻഡിനെയും ജോൺ മോക്സ്ലിയെയും ഒരുമിച്ച് ആക്രമിക്കാൻ വേണ്ടി ഹാങ്മാൻ ആദം പേജ് വരുന്നുണ്ട്. സമോവ ജോയുടെ ടീം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. ഇവരൊക്കെ ഇങ്ങനെ ഫൈറ്റ് നടത്തിയ അവസാനം കാണികളുടെ ഇടയിലേക്ക് പോകുന്നതായി നമുക്ക് കാണാൻ സാധിക്കുന്നു. ഹാങ്മാൻ ആദം പേജ് അപ്പോഴും റിംഗ് സൈഡിൽ ഉണ്ടായിരുന്നു. സെർവ് സ്ട്രിക്ലാൻഡ് ജോൺ മോക്സ്ലിയെ പരാജയപ്പെടുത്തി ചാമ്പ്യൻ ആകും എന്ന് തോന്നിപ്പിച്ച ഒരു സമയത്ത് ലൈറ്റ് പെട്ടെന്ന് ഓഫാകുകയും ലൈറ്റ് വരുന്ന സമയത്ത് യങ് ബക്സ് റിങ്ങിൽ നിൽക്കുന്നതായി കാണാൻ സാധിച്ചു. യങ് ബക്സിൻ്റെ 6 മാസങ്ങൾക്ക് ശേഷമുള്ള തിരിച്ചുവരവാണ് ഡൈനാസ്റ്റി പേപ്പറിവിൻ്റെ മെയിൻ ഇവൻറ്റിൽ നമുക്ക് കാണാൻ സാധിച്ചത്. യങ് ബക്സ് സെർവ് സ്ട്രിക്ലാൻഡിനെ ആക്രമിക്കുന്നു. ഈ അവസരം മുതലെടുത്തുകൊണ്ട് ജോൺ മോക്സ്ലി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ എൻഡിങ്ങിനെ സംബന്ധിച്ച് ഈ ഷോ കഴിഞ്ഞതിന് ശേഷം ടോണി ഖാൻ പറയുന്നത് കുറേയധികം ആരാധകർക്ക് ഈ ഒരു എൻഡിങ് ഇഷ്ടപ്പെട്ടിട്ടില്ല. യങ് ബക്സിൻ്റെ തിരിച്ചുവരവും സെർവ് സ്ട്രിക്ലാൻഡിനെ ഈ മത്സരത്തിൽ വിജയിക്കാൻ സമ്മതിക്കാതിരുന്ന അവരുടെ ആ ഒരു സ്വഭാവവും അത് ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. എന്തായാലും ആരാധകരുടെ ഫീഡ്ബാക്ക് ഞാൻ കേൾക്കുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ഒരു സ്റ്റോറി പോക്ക് തന്നെയാണ് നിലവിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നും ടോണി ഖാൻ പറയുന്നുണ്ട്. ഈ ക്ലൈമാക്സ് എന്തായാലും വലിയ വിവാദങ്ങൾക്ക് തുടക്കം വെച്ചിട്ടുണ്ട്. ഹാർഡ് കോർ AEW ഫാൻസ് പോലും ജോൺ മോക്സ്ലി ടൈറ്റിൽ റിട്ടേൺ ചെയ്തതിനോട് നെഗറ്റീവായിട്ടുള്ള ഒരു അഭിപ്രായമാണ് സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്നത്. ജോൺ മോക്സ്ലി ഇങ്ങനെ നിരന്തരമായിട്ട് ചാമ്പ്യൻഷിപ്പുകൾ റിട്ടേൺ ചെയ്തു പോകുമ്പോൾ മറ്റു താരങ്ങളുടെ അവസരങ്ങൾ ഇല്ലാതാകുകയാണ്. ഇത് ടോണി ഖാൻ്റെ പ്രശ്നമാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള അഭിപ്രായങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഉടനീളം ഉള്ളത്. ജോൺ മോക്സ്ലി ടൈറ്റിൽ റിട്ടേൺ ചെയ്യുന്നതോടുകൂടി ഇനി ജോൺ മോക്സ്ലിയെ പരാജയപ്പെടുത്താൻ ആര് എന്നുള്ള വലിയ ചോദ്യം ബാക്കി നിൽക്കുന്നുണ്ട്. എന്തായാലും ഡൈനാസ്റ്റി പേപ്പറിയിലെ മത്സരങ്ങളെല്ലാം ഒന്നിനൊന്ന് മെച്ചമായിരുന്നു. മത്സരങ്ങൾ ഹൈ ക്വാളിറ്റി മത്സരങ്ങളായിരുന്നു. ഡൈനാസ്റ്റി പേപ്പർ വ്യൂ കണ്ട കൂട്ടുകാർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.